സാധാരണ പോലീസുകാർ അടിനാവിക്ക് അതുപോലെ നട്ടലിനൊക്കെ നന്നായിട്ട് ഈ ദേഹോദ്രവം ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ അവരുടെ ഈ വാരിയല് പൊട്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലിവറിന് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന ഒരാളിന് ഇത്രയും ഭീകരമായ പരുക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഏറെ വിവാദമായിരിക്കുന്ന കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ 2025 സമാനമായ രീതിയിൽ മറ്റൊരു കസ്റ്റഡി മരണം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തോംസൺ തങ്കച്ചൻ എന്ന സൈനികനാണ്, കുണ്ട്ര സ്വദേശിയാണ്. തോംസൺ തങ്കച്ചന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരു അന്വേഷണവും ഒരു പുരോഗതിയും കണ്ടിട്ടില്ല. ഇടത് സർക്കാരിന്റെ കാലത്താണ് ആ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഈ രണ്ടാമത്തെ കസ്റ്റഡി മരണം നടക്കുന്നത്. ഏതായാലും രണ്ട് മരണങ്ങളിലും സമാനമായ മുറിവുകൾ, സമാനമായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും കസ്റ്റഡി മരണത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുന്നത്, ഒരേ തരത്തിലാകുന്നത്, അല്ലെങ്കിൽ കസ്റ്റഡി മരണം സംഭവിച്ച് അല്ലെങ്കിൽ കസ്റ്റഡിയിലിരിക്കെ ഈ മർദ്ദനമേൽക്കുന്ന ആൾക്ക് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഇതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. ഏതായാലും നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് അസീമാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. സർ, ഈ കേസ് വളരെ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ സെൻസേഷണലായ കേസുകളിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. കുണ്ട്രയിലെ ഈ ഒരു കസ്റ്റഡി മരണമായിട്ട് സാർ ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ സാറിന്റെ മനസ്സിൽ എന്താണ് ഈ കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് പറയാനുള്ളത്? കാരണം നമ്മൾ കുറെ നാളുകളായി കസ്റ്റഡിയിൽ ഇരിക്കുന്ന വ്യക്തി ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം സംഭവിക്കുന്നത്. ആ മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നട്ടലിനേക്കുന്ന ക്ഷതവുമായി ബന്ധപ്പെട്ട ബാക്ടീരിയൽ അണുബാധ അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മരണങ്ങളെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നിലവിൽ ഈ കേസ് സാർ ഏറ്റെടുക്കുമ്പോൾ സാർ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അതിൻ്റെ സാഹചര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇപ്പം തന്നെ ഞാൻ അവരോട് സംസാരിച്ച സമയത്തെന്ന് പറയുന്നത്, ഈ ഒരു മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ പോലീസ് അദ്ദേഹത്തിന് മരണപ്പെട്ട സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അന്ന് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു സിയാദിനെ പറഞ്ഞു വിടുമ്പോൾ തന്നെ അവൻ എണ്ണീക്കാൻ വയ്യ, നടുവിന് വേദന, നട്ടലിന് വേദന, അടിവയറ്റിന് വേദനയൊക്കെ പറഞ്ഞിട്ടെന്ന് പറയും. അവർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം സാധാരണ ഞാനിപ്പം ഈ മറ്റുള്ള ന്യൂസ് കവറേജിലൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, അപ്പം അദ്ദേഹത്തിന് ഹെപ്പറ്റൈറ്റിസ്, അതായത് മഞ്ഞപ്പിത്ത രോഗമാണ് മരണകാരണം എന്നാണ്, പോസ്റ്റ്മോർട്ടം എന്നാണ് ഇപ്പോൾ പൊതുവെ ഞാൻ ഈ വാർത്തകളിലൂടെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ പോലീസിൽ അനധികൃതമായിട്ട് കസ്റ്റഡിയിൽ ഒട്ടനവധി പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കൊന്നും നീതി കിട്ടാതെ പോയ ധാരാളം കേസുകൾ ഇന്ന് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഫാക്റ്റ്. കാരണം പോലീസിൻ്റെ കിട്ടിക്കഴിയുവാണെങ്കിൽ അവർക്ക് ഈ മൂന്നാം മുറ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവർ ഈ അടിനാവിക്ക് അതുപോലെ തന്നെ നട്ടലിന് കുനിച്ചു നിർത്തി ഇടിക്കും, നെഞ്ചത്തിടിക്കും. അപ്പോൾ ഇത്തരം ഇടിക്കുന്നവൻ നമ്മൾ പഴയ കാലങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഇടിച്ചവൻ്റെ പഴുപ്പിച്ചിട്ടുണ്ടെന്ന് പറയും, ഇരുമ്പ് പഴുപ്പിച്ച്. പക്ഷേ സിയാദിൻ്റെ കേസിൽ സിയാദ് പിന്നീട് ഛർദ്ദിക്കുന്ന മൊത്തം പഴുപ്പായിരുന്നെന്നാണ് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ ഒരു മെഡിക്കൽ ലീഗോ കേസുകളാണെന്ന് ഡോക്ടറോട് പറയുവാനുള്ള വിദ്യാഭ്യാസമുള്ള സാധാരണക്കാർ ഒന്നും ഇവർ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല. ഇവിടെ ഈ മരണപ്പെട്ട സിയാദിൻ്റെ വൈഫും ഒരു മകളും എന്ന് പറയുന്നത് അവരിവിടെ ഇരിപ്പുണ്ട്. അവരുടെ സംസാരിച്ചതിന് ശേഷം ഇത് മെഡിക്കൽ ലീഗൽ കേസാവുന്ന സമയത്തെന്ന് പറയുവാണെങ്കിൽ സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്, സാധാരണ പോലീസുകാർ അടിനാവിക്ക് അതുപോലെ നട്ടലിനൊക്കെ നന്നായിട്ട് ഈ ദേഹോദ്രവം ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ അവരുടെ ഈ വാരിയല് പൊട്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ലിവറിന് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ലിവറിന് ഇഞ്ചുറി ഉണ്ടായി ഒരു 5-6 ദിവസം കഴിയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അടിച്ചിട്ട് ഇത് ക്രമേണ ഇതൊരു ഒരു ഹെപ്പറ്റൈറ്റിസ് കൺവേർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഈ കുണ്ട്രയിൽ നടന്ന ഇതുപോലെ തന്നെ സമാനമായ ഒരു ഒരു കസ്റ്റഡി മരണം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു പട്ടാളക്കാരൻ്റെ ഒരു മരണമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ജില്ലാ ജയിലിൽ നിന്നും പോലീസുകാർ തന്നെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന 1-2 ഇഞ്ചുറി പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന അദ്ദേഹത്തിന്റെ പുറത്ത് മൊത്തം ഭീകരമായ പാടുകൾ,
കൺഡ്യൂഷൻ ഇരുമ്പ് തണ്ട് പോലുള്ള സാധനങ്ങൾ വെച്ച് അടിക്കുമ്പോൾ കൺഡ്യൂഷൻ, പുറത്ത് അതിന്റെ പരുക്ക് കാണിക്കത്തില്ല, ഇന്റേണലായിട്ടായിരിക്കും അതിന്റെ പരുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അബ്രാഷൻ, അദ്ദേഹത്തിന്റെ മുഖത്ത് പരുക്ക്. ഇത് ഡോക്ടർ സർട്ടിഫിക്കറ്റാ. പക്ഷെ ഒരു മാതാവ് മാത്രം വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാര് ഒരു ജസ്റ്റിസിന് വേണ്ടി അവര് ആരെ സമീപിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവര്. അപ്പൊ നമ്മുടെ അടുത്ത് വന്നാൽ പോലും നമ്മളൊരു പക്ഷേ ഇത് പ്രോസിക്യൂഷൻ കേസ് നടപടിയായി മുന്നോട്ട് പോയാൽ പോലും ഇല്ല, സർട്ടിഫിക്കറ്റിൽ എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും പറയും. ഹെപ്പറ്റൈറ്റിസ് ഏതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വേണമെങ്കിൽ മദ്യപിച്ചിട്ട് അവർക്ക് പാങ്ക്രിയാസിന് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ട് വേണമെങ്കിൽ അവർക്ക് പറയാം. അതല്ലാതെ ഉപദ്രവിച്ച പാടുകളോ മാത്രമല്ല, ഈ കേസിൽ എന്ന് പറയുന്നത് ഡോക്ടറുടെ ഇദ്ദേഹത്തിന് നട്ടെല്ലിന് പൊട്ടല് അല്ലെങ്കിൽ വാരിയല്ലിന് പൊട്ടലുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന ഒരാളിന് ഇത്രയും ഭീകരമായ പരുക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടുത്തെ നേരത്തെ ഇരുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ പോലും ഈ പട്ടാളക്കാരന്റെ മരണത്തിൽ നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാങ്ക്രിയാസിന് മദ്യപിച്ച് ഇൻഫെക്ഷൻ അടിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ എങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പരുക്ക് വന്നു എന്നുള്ളത് അവർ അന്വേഷിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പോലീസുകാർക്കെതിരെ ഒരു ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന പോലീസിന്റെ വിഭാഗത്തിലുള്ളവരാണ്. ഈ ക്രൈംബ്രാഞ്ചിന് അടുത്ത ട്രാൻസ്ഫർ ആകുമ്പോൾ ലോക്കൽ പോലീസിലേക്ക് പോകും. അപ്പൊ ഇവരൊരിക്കലും ഇവരുടെ ഭാഗത്ത് നമുക്ക് നീതി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും 10-30 വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഈ സാധാരണക്കാർക്ക് നീതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ അനുഭവത്തിൽ വെച്ചിട്ടെന്ന് പറയുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സാധാരണക്കാരാണ്. ഇപ്പൊ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ടുപോയ സർട്ടിഫിക്കറ്റുകൾ പോലും കളക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇതിനകത്ത് പ്രോസിക്യൂഷൻ എത്രമാത്രം സക്സസ് ആവണമെന്ന് അറിയണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണം. ഇത് മെഡിക്കൽ ലീഗോ കേസ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫോറൻസിക് ലാബിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. ഇത്തരം റിസൾട്ടുകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ക്രൈംബ്രാഞ്ചോ മറ്റു കാര്യങ്ങളോ അല്ല ഇത് അന്വേഷിക്കേണ്ടത്. ഈ 2 കസ്റ്റഡി മരണങ്ങളും ശരിക്കും ഒരു സ്പെഷ്യൽ ടീം തന്നെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം.